മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഒരു വർഷത്തിനിപ്പുറം നമ്മൾ പല മനുഷ്യരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കഥയാണ് അണ്ണയ്യൻ എന്ന് പറയുന്ന ചൂരന്മല സ്വദേശിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് നമ്മൾ ഈ കാണുന്ന 2 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അവിടെ കാപ്പി കൃഷി ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ നമ്മൾക്കറിയാം, ഈ വില്ലേജ് റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ്ടാവും. കാരണം 100 കണക്കിന് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയ, മരങ്ങളും എല്ലാം വന്ന് അടിഞ്ഞുകൂടി, മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി. ഇവിടെ നിന്നാണ് ഒരുപാട് ആൾക്കാരെ ബോഡികൾ അവസാനം കണ്ടെടുത്തത്. ആ സ്ഥലത്ത് ഇപ്പോഴും മരങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. കുറേ മരങ്ങൾ കിടക്കുന്നുണ്ട്. അത് കാരണം ഇവിടെ കൃഷിയൊന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ് അണ്ണയ്യനുള്ളത്. അണ്ണയ്യൻ്റെ കഥകളിലേക്ക് നമുക്ക് വരാം. ഇത് എത്ര സ്ഥലം ഉണ്ടായിരുന്നു? 2 ഏക്കർ സ്ഥലമാണ് കൃഷി ഉണ്ടായിരുന്നു. കൃഷി ഫുൾ കാപ്പിത്തോട്ടായിരുന്നു. കാപ്പിയും കവുങ്ങും കുരുമുളകും പിന്നെ ആവക്കാട കൃഷിയാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞത് കാപ്പിയാണ്. എൻ്റെ നല്ല വരുമാനമുള്ളത്. നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ 100 ചാക്കിന് മേലെ കാപ്പി പറിക്കും 2 ഏക്കറിൽ ഞാൻ. കാരണം പറിക്കാൻ കാരണം എന്ന് വെച്ചാൽ സ്പ്രിംഗ്ലർ വെച്ച് നനച്ചുണ്ടാക്കുന്ന തോട്ടമാണ്. വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു കൃഷിത്തോട്ടം ഇവിടെ അവിടെയില്ല. അത് കാപ്പി ബോർഡും കൃഷിഭവനും ഇവിടെ വന്ന് ഇത് ഫോട്ടോ ഇതൊക്കെ എടുക്കലുണ്ട്. ഈ തോട്ടം നോക്കിയിട്ട് നല്ല വരുമാനം കിട്ടുമായിരുന്നു. നല്ല വരുമാനം കിട്ടുമായിരുന്നു. കാപ്പി എനിക്ക് 100 ചാക്കിന് മേലെ കാപ്പി കിട്ടും. അടക്കയാണെങ്കിൽ ഒരു 4 ലക്ഷം റുപ്യൻ്റെ അടക്ക കിട്ടും. വർഷത്തിൽ ഒരു 3-3.5 ലക്ഷം റുപ്യൻ്റെ മുളക് കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഇല പോലും ബാക്കി വെക്കാതെ ഈ 2 ഏക്കർ സ്ഥലം തുടച്ചു കൊണ്ടുപോയി. കാരണം ഞാൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനത്തിലും കയറിയിട്ട് ഈ മരം ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്ന് മാറ്റിത്തരി, എനിക്ക് കൃഷി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. വേറെ ഒരു സാമ്പത്തിക സഹായം ഞാൻ ആരോടും ചോദിക്കുന്നില്ല. എനിക്കിതൊന്ന് മാറ്റി തന്നാൽ എനിക്ക് കൃഷി ചെയ്യാം. ഈ മരങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ കൃഷി ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ബദൽ ഭൂമി തരിക. കൃഷി ചെയ്യാൻ തന്നാൽ തന്നെ ഗോസോണിൻ്റെ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാനും പറ്റുന്നില്ല. അതെ, അതിൻ്റെ സർവേ കല്ലിട്ടിരിക്കുന്ന ഇതാണ്. അതാ ചോപ്പ് കാണുന്ന കല്ലാണ് ആ വേരിൻ്റെ ചോട്ടിലത്. അപ്പം എനിക്ക് ഈ 2 ഏക്കറിൻ്റെ അകത്ത് പ്രവേശിക്കാനും പറ്റാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ബാങ്കിലാണെങ്കിൽ 10-12 ലക്ഷം റുപ്യ ലോണുണ്ട്. കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ എടുത്ത ലോണാണ്, എഡ്യൂക്കേഷൻ ലോണാണ്. അതടച്ചു, കംപ്ലീറ്റ് അടച്ച് തീർത്തു. ഇപ്പോൾ ഈ 2 കൊല്ലത്തിൻ്റെ ശേഷമാണ് ഈ കാപ്പിക്ക് ഇത്ര വില വന്നതുകൊണ്ടാണ് 10-25 ലക്ഷം റുപ്യുള്ള വരുമാനം വരാൻ തുടങ്ങിയത്. ഇതിൻ്റെ മുന്നും കാപ്പിക്ക് വിലയില്ല, പറ്റ ഡൗൺ ആയിരുന്നു കൃഷിക്കാരൊക്കെ. ഇപ്പോഴാണ് കൃഷിക്കാർ ഒരു ലേവസം മേലോട്ട് കയറി വന്ന് കാപ്പിയായിട്ട്. അതിപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കയറിയ പോലെയാണ് ഇപ്പോൾ നമുക്ക് കാപ്പിക്ക് വില കയറി കിട്ടിയത്. ആ സമയത്താണ് ഇത് കംപ്ലീറ്റ് പോവുകയും ചെയ്തത്. വായ്പ അവിടെ കിടക്കുന്നുണ്ട്. അതിന് നോട്ടീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അടിക്കാൻ പറ്റില്ല, എന്നെ വേണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളി, അല്ല എൻ്റെ ഭൂമി നിങ്ങൾ ജപ്തി ചെയ്തോളി എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ എനിക്കൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കൊരു 35,000 റുപ്യ എന്തോ കൃഷിഭവൻ്റെ ഒരു പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. വേറെ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. ആവശ്യപ്പെടുന്ന ഇതൊന്ന് മാറ്റി തന്നാൽ കൃഷി ചെയ്യാം. പറ്റത്തുമില്ല. അപ്പോൾ ഇപ്പം നമ്മളടുത്ത് അവർ പറയും കൃഷി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറയും ഗോസോൺ ഭൂമിൻ്റെ അകത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഗോസോണിൻ്റെ അകത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെ അനുവദിക്കുക, അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഉള്ള പേപ്പറുകൾ തരിക. കൃഷി ചെയ്യാം. വേറെ എവിടെയെങ്കിലും എനിക്ക് 2 ഏക്കർ ഭൂമി തരികയാണെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ കടകളൊക്കെ ഉണ്ടായിരുന്നു? ചൂരമല ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൽ 6 റൂമുണ്ട്. 4 റൂമിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ബാക്കി 2 റൂമിന് ഞാൻ ടാക്സ് അടയ്ക്കുന്നില്ല. പിന്നെ അതിൻ്റെ പുറമെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ വരുമാനം ഉണ്ടായിരുന്നു. അതിലൊക്കെ നല്ല വരുമാനം കിട്ടിയിട്ടാണ് ഈ 25 ലക്ഷം റുപ്യൻ്റെ അടുത്തുള്ള വരുമാനം വർഷമുള്ളത്. അതെ, നല്ലൊരു വരുമാനം, നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. അത് എല്ലാവർക്കും അറിയാം. ഈ കൃഷിത്തോട്ടത്തിനെ പറ്റിയിട്ട് ഇത്ര ഒരു നല്ല തോട്ടം ഇവിടെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബാങ്കിൽ നിന്ന് ലോൺ എന്നെ വിളിച്ച് തരുമായിരുന്നു. കാരണം ഞങ്ങൾ ലോൺ അടയ്ക്കും തിരിച്ചടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ലോൺ അടക്കും തിരിച്ചടയ്ക്കും, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴാണ് അവർ വീണ്ടും നോട്ടീസ് അയച്ചിട്ട് ഇപ്പം നിവൃത്തിയില്ല എന്ന് പറയുമ്പോഴാണ് ഇത് വരുന്നത്. എനിക്കിതെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനകൾ ഇതൊന്ന് മാറ്റി ഒരു കൃഷി ചെയ്ത് തന്നാൽ മതി. വേറെ എനിക്ക് ഒരു കാര്യവും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കൃഷി ചെയ്ത് തരാൻ ഏതെങ്കിലും സംഘടന നിങ്ങൾക്ക് സഹകരണം ഉണ്ടെങ്കിൽ ചെയ്തു തന്നാൽ മാത്രം മതി. അതേപോലെ ചൂരമല ടൗണിലുള്ള ബിൽഡിംഗ് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ കളക്ടറേറ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 4 പേരെ ബിൽഡിംഗ് മാത്രമേ പൊളിക്കുന്നുള്ളൂ, ബാക്കി ആരും ഇപ്പോൾ പൊളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. തീർച്ചയായും പിന്നെ ഒരാളുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അണ്ണയ്യൻ്റെ ജീവിതം. കാരണം
മാസം വാടക വരുമാനമുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ചെയ്ത് ജോലി ചെയ്ത് സമ്പാദിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു സംഭാവനയെ കിട്ടുന്ന ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ ജീവിക്കുകയാണ്. ആ സമയത്തുണ്ടായ വായ്പ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നു. കൃഷി ചെയ്യാനുള്ള സൗകര്യം, മരങ്ങൾ മാറ്റി കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതിയെന്ന് മാത്രമാണ് ശരിക്കും അണ്ണയ്യൻ ആവശ്യപ്പെടുന്നത്. ബബീഷ് കക്കോടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.